INTUC നേതാവായിരുന്ന രാമഭദ്രൻ വധക്കേസിലെ 18 പ്രതികളിൽ 14 പേർ കുറ്റക്കാരാണെന്ന് CBI കോടതി കഴിഞ്ഞ ദിവസം വിധിച്ചിരുന്നു. അതേസമയം 4 പേരെ കോടതി വെറുതെ വിട്ടിരുന്നു. ഇതിൽ 7 പേർക്ക് ഇപ്പോൾ ഇരട്ട ജീവപര്യന്തം ലഭിച്ചിരിക്കുകയാണ്. 4 പേർക്ക് ജീവപര്യന്തവും. കൊലപാതകം, ഗൂഢാലോചന, ആയുധം കൈവയ്ക്കൽ എന്നീ കുറ്റങ്ങളാണ് തെളിഞ്ഞിരിക്കുന്നത്. പ്രതികളെല്ലാം CPM പ്രവർത്തകരാണ്. 2010 ഏപ്രിൽ 10-നാണ് വീടിനുള്ളിൽ കയറി രാമഭദ്രനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. വെറുതെ വിട്ട പ്രതികളിൽ ജയമോഹൻ CPM കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. തിരുവനന്തപുരം CBI കോടതി ഈ മാസം 30-ന് ശിക്ഷ വിധിക്കുമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 7 പേർക്കാണ് ഇരട്ട ജീവപര്യന്തം ലഭിച്ചിരിക്കുന്നത്. 19 പ്രതികളുണ്ടായിരുന്ന കേസിൽ ഒരു പ്രതി മരിച്ചിരുന്നു. 2010 ഏപ്രിൽ 10-നാണ് വീട്ടിനുള്ളിൽ കയറി രാമഭദ്രനെ CPM പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തിയത്. INTUC ഏരൂർ മണ്ഡലം വൈസ് പ്രസിഡന്റായിരുന്ന രാമഭദ്രനോടുള്ള രാഷ്ട്രീയ വൈരാഗ്യമായിരുന്നു കൊലപാതകത്തിന് പിന്നിൽ. മക്കൾക്കൊപ്പം ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന രാമഭദ്രനെയാണ് വെട്ടിക്കൊലപ്പെടുത്തിയത്. ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും കേസ് അന്വേഷിച്ചു. രാമഭദ്രന്റെ ഭാര്യ ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് അന്വേഷണം CBIക്ക് കൈമാറിയത്. 19 പ്രതികൾക്കെതിരെ CBI കുറ്റപത്രം സമർപ്പിച്ചു. ഇതിൽ ഒരു പ്രതി മരിച്ചു. കൊലപാതകത്തിൽ നേരിട്ട് പങ്കാളിയായവർക്ക് പുറമെ തന്നെ ഗൂഢാലോചനയ്ക്കും പ്രതികളെ രക്ഷിക്കാൻ ശ്രമിച്ചതിനുമാണ് CPM നേതാക്കളെ പ്രതിയാക്കിയത്. കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ ജയമോഹൻ, മുൻ അഞ്ചൽ ഏരിയ സെക്രട്ടറി PS സുമൻ, ജില്ലാ കമ്മിറ്റി അംഗം ബാബു പണിക്കർ എന്നിവർ പ്രതികളാണ്. മുൻമന്ത്രി മേഴ്സിക്കുട്ടിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായ മാക്സനും പ്രതിയാണ്. 2019-ലാണ് CBI കുറ്റപത്രം നൽകിയത്. 126 സാക്ഷികളുണ്ടായിരുന്ന കേസിൽ CPM പ്രവർത്തകരായ സാക്ഷികൾ കൂറുമാറി. അറസ്റ്റ് ചെയ്ത പ്രതികളെ തിരിച്ചറിയാൻ കഴിയുന്നില്ലെന്ന് പ്രോസിക്യൂഷൻ സാക്ഷിയായി വിസ്തരിച്ച DYSP വിനോദ് കുമാർ മൊഴി നൽകിയതും വിവാദമായിരുന്നു. CBI തിരുവനന്തപുരം യൂണിറ്റാണ് കേസ് അന്വേഷിച്ചത്.